ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ പാലക്കാട് ആലപ്പുഴ LDCയുടെ ഫൈനൽ ആൻസർ കീ ഔട്ടായ വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഫൈനൽ കീയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, എത്ര ക്വസ്റ്റ്യൻ ഡിലീഷൻസ് പോയി എന്നൊക്കെ നമുക്ക് നോക്കാം. ഫൈനൽ കീ വന്നപ്പോൾ 3 ഡിലീഷൻസും അതുപോലെ തന്നെ 3 ആൻസർ ചേഞ്ചസുമാണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഡിലീഷൻസ് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കാം. കോഡ് എ പ്രകാരം ക്വസ്റ്റ്യൻ 27 ഡിലീഷൻ പോയിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 31 പോയിട്ടുണ്ട്. 69ാമത്തെ ക്വസ്റ്റ്യനും ഡിലീഷൻ പോയിട്ടുണ്ട്. 3 ആൻസർ ചേഞ്ചും വന്നിട്ടുണ്ട്. ആൻസർ ചേഞ്ച് വന്ന ക്വസ്റ്റ്യൻസ് 11, 15, 75 ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചേഞ്ച് വന്നിട്ടുള്ളത്. ഡിലീഷൻ പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഡിലീഷൻ പോയിട്ടുള്ളത്. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയിട്ടുണ്ട്. പിന്നെ 31ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം? ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 69ാമത്തെ ക്വസ്റ്റ്യൻ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനും ഡിലീഷൻ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻസ് ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ബി ആണ് കാകിനട പുതുച്ചേരിയാണ്. ഇതൊരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അതുപോലെ തന്നെ 15ാമത്തെ ക്വസ്റ്റ്യനിൽ ഈ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. PSC അംഗീകരിച്ചിട്ടുള്ള ആൻസർ 3ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ സി ആണ് 15ൻ്റെ ആൻസർ കൊടുത്തിട്ടുള്ളത്. പിന്നെ 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം. അങ്ങനെ ഈ ഒരു ഏജിൻ്റെ ക്വസ്റ്റ്യന് ആൻസർ സി ആണ്. 10 സി ആണ് ആൻസർ. താങ്ക് യു.